10 വർഷം മുൻപ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമായിരുന്നു മലപ്പുറത്ത് 13-കാരിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസ്. 2014 സെപ്റ്റംബറിലാണ് ഭാര്യയുടെ ബന്ധുവായ പെൺകുട്ടിയെ വാഴക്കാട് സ്വദേശി രാജൻ പീഡനത്തിന് ഇരയാക്കിയത്. ആ കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിത്. 48-കാരനായ രാജന് കോടതി 120 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പ്രതി 8 ലക്ഷം രൂപ പിഴയടയ്ക്കാനും മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്. സെപ്റ്റംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. തിരുവോണനാളിൽ ഭാര്യ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു വാഴക്കാട് ചെറുവായൂർ സ്വദേശി രാജൻ. ഭാര്യയുടെ ബന്ധത്തിലുള്ള പെൺകുട്ടി രാത്രി തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടിയെ പ്രതി വായ പൊത്തി പിടിച്ച ശേഷം ബലാത്സംഗത്തിനിരയാക്കി. 2 ആഴ്ചയ്ക്ക് ശേഷവും സമാന രീതിയിൽ കുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി. ആഴ്ചകൾക്ക് ശേഷം ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ മാതാവ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിശോധിച്ച ഡോക്ടർ കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടറായിരുന്ന കെ ശ്രീകുമാർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായിരുന്ന സണ്ണി ചാക്കോ, ബി സന്തോഷ്, പി കെ സന്തോഷ്, MC പ്രമോദ് എന്നിവരാണ് അന്വേഷണം നടത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകളിലും പോക്സോ ആക്ടിലെ 1 വകുപ്പിലുമാണ് ശിക്ഷ. 4 വകുപ്പിലും 30 വർഷം വീതം കഠിന തടവ്, 2 ലക്ഷം രൂപ വീതം പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ. പിഴയടയ്ക്കാത്ത പക്ഷം ഓരോ വകുപ്പിലും 3 വർഷം വീതം അധിക തടവും അനുഭവിക്കണം. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം തുക ഇരക്കി നൽകാനും കോടതി വിധിച്ചു. സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും കുട്ടിക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A. സോമസുന്ദരൻ 26 സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു. 26 രേഖകളും ഹാജരാക്കി. പ്രതി രാജനെ ശിക്ഷ അനുഭവിക്കുന്നതായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 മലപ്പുറം.